അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ നമ്മുടെ എക്കോയിങ് ഗ്രീൻ എന്നുള്ള പാഠത്തിലെ കുറച്ച് ആക്ടിവിറ്റീസ്, ക്വസ്റ്റ്യൻ ആൻസറും കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്യാൻ പോവാണ്. അത് ശ്രദ്ധിച്ച് കേൾക്കട്ടോ. ഓക്കെ അല്ലേ? നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദി എക്സ്പ്രഷൻ ദറ്റ് എക്കോയിങ് ഗ്രീൻ സജസ്റ്റ്? എന്താണ് വാട്ട് ഡസ് ദി എക്സ്പ്രഷൻ ദി എക്കോയിങ് ഗ്രീൻ സജസ്റ്റ്? ദ എക്കോയിങ് ഗ്രീൻ ഇല്ലേ, ആ ഒരു പദം, ആ ഒരു നമ്മുടെ പോയത്തിൻ്റെ പേര് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്, എന്താണ് നിർദ്ദേശിക്കുന്നത്? ഈ പേര് കൊണ്ടുള്ള അർത്ഥം എന്താണ്? ഈ പേര് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് കേട്ടോ? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളിതൊക്കെ ആൻസർ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഈ പേര് കൊണ്ട്, ഇതുകൊണ്ട് എക്കോയിങ് ഗ്രീൻ എന്ന് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥം? ഓക്കെ അല്ലേ? എക്കോയിങ് ഗ്രീൻ എന്താണ്? കുറേ യുവാക്കൾ കളിക്കുന്നുണ്ട്. അത് കണ്ട് എന്ത് ചെയ്യണ്ട്? അവിടെ കുറേ വയസ്സായ ആളുകൾ അവരുടെ പഴയകാല ഓർമ്മകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ദ എക്കോയിങ് ഗ്രീൻ എന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നെക്സ്റ്റ്, ഈസ് ഓൾഡ് ജോൺ ഹാപ്പി? പിക്ക് ഔട്ട് ലൈൻ ടു സപ്പോർട്ട് യുവർ ആൻസർ. ഈസ് ഓൾഡ് ജോൺ ഹാപ്പി? ഓൾഡ് ജോൺ ഹാപ്പി ആണോ? സന്തോഷവാനാണോ? പിക്ക് ഔട്ട് ദി ലൈൻ ടു സപ്പോർട്ട് യുവർ ആൻസർ. എന്ത് ചെയ്യുക? ഓൾഡ് ജോൺ ഹാപ്പി ആണെങ്കിൽ എന്ത് ചെയ്യുക? അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൻസർ, ആ ലൈൻ എന്ത് ചെയ്യുക? പോയത്തിൽ നിന്നും എടുത്തെഴുതുക. ഓക്കെ. ഈസ് ഓൾഡ് ജോൺ ഹാപ്പി? ഹാപ്പി ആണോ? ഹാപ്പി ആണെങ്കിൽ എന്ത് ചെയ്യുക? ഹാപ്പി ആണെങ്കിൽ അല്ലെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൻസർ എന്താണ്? അതിൻ്റെ ആൻസർ എന്തുണ്ട്? ആ ലൈനിലുണ്ട്. ആ ലൈന് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ഓക്കെ. വൈ ആർ ദ ലിറ്റിൽ വൺസ് നോ മോർ മെറി? നോക്കൂ, എന്തുകൊണ്ടാണ് വൈ ആർ ദ ലിറ്റിൽ വൺ നോ മോർ മെറി? ഇനി എന്തില്ല? ഇനി സന്തോഷമില്ല, ഇനി ഹാപ്പി ഇല്ല. അങ്ങനെ പറഞ്ഞത് എപ്പോഴാണ്? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എപ്പോഴാണ് പറഞ്ഞത്? കളിയൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യാണ്? ക്ഷീണിക്കുക അല്ലേ? അപ്പോഴാണ് പറഞ്ഞത് നോ മോർ മെറി. ഇനി എന്തില്ല? ഇനി സന്തോഷമില്ല, ഇനി ക്ഷീണമാണ്. ഓക്കെ. അടുത്ത് നോക്കൂ. വാട്ട് എഫക്ട് ഡസ് ഡിസെൻഡിങ് സൺ ഹാവ് ഓൺ സ്പോർട്സ്? എന്താണ്? വാട്ട് ഇഫക്ട് ഡസ് ഡിസെൻഡിങ് സൺ ഹാവ് ഓൺ സ്പോർട്സ്? സൂര്യൻ അസ്തമിക്കുന്നത് എന്നുള്ളത്, സൂര്യൻ അസ്തമിക്കുക എന്നുള്ളത് എന്തുണ്ട്? അത് നമ്മൾ സ്പോർട്സുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് അല്ലേ? ഇല്ലേ? സൂര്യൻ അസ്തമിച്ച എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? കളി നിർത്തും. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ സ്പോർട്സിനെ ബാധിക്കുക? എങ്ങനെയാണ്? വാട്ട് എഫക്ട് ഡസ് ദി ഡിസെൻഡിങ് സൺ ഹാവ് ഓൺ സ്പോർട്സ്? നമ്മുടെ കളിയെ, സ്പോർട്സ് എന്ന കളി കേട്ടോ, കളിയെ സൂര്യൻ അസ്തമിക്കൽ എങ്ങനെയാണ് നമ്മളെ കളിയെ ബാധിക്കുക? എങ്ങനെയാണ്? സൂര്യ അസ്തമിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കളികളൊക്കെ നിർത്തില്ലേ? സൂര്യാസ്തമയം ആകുമ്പോഴേക്കും എന്ത് ചെയ്യും? നമ്മളെ കളികളൊക്കെ നിർത്തും. അപ്പോൾ സൂര്യൻ അസ്തമിക്കലും കളിയുമായി എന്താണ് ഇവിടെ ഒരു ബന്ധം? അത് എഴുതട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, വേർ ഡു ദ സിസ്റ്റർ ആൻഡ് ബ്രദേഴ്സ് ടേക്ക് റെസ്റ്റ്? വേർ ഡു സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ടേക്ക് റെസ്റ്റ്? എവിടെയാണ് അവരെന്ത് ചെയ്യണത്? റെസ്റ്റ് ചെയ്യണത് എവിടെയാണ്? അവർ ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? എവിടെയാണ്? നെക്സ്റ്റ്, വാട്ട് ഡസ് ദ സ്പീക്കർ മീൻ ബൈ ഡാർക്കനിങ് ഗ്രീൻ? ഡാർക്കനിങ് ഗ്രീൻ എന്താണ് ഇവിടെ പോയത്തിൽ പറഞ്ഞത്? വാട്ട് ഡസ് ദ സ്പീക്കർ മീൻ? എന്താണ് ഈ പോയത്തിൻ്റെ സ്പീക്കർ ഉദ്ദേശം? എന്താണ്? ഡാർക്കനിങ് ഗ്രീൻ. ഡാർക്കനിങ് ഗ്രീൻ അല്ലേ? ഇരുട്ടാകുന്ന പച്ചപ്പല്ലേ? അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഡാർക്കനിങ് ഗ്രീൻ എന്നുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഓക്കെ അല്ലേ? അപ്പോൾ സിമ്പിളാണ്. ഒന്ന് എന്ത് ചെയ്യുക? നോക്കിയിട്ട് ഒന്ന് എഴുതട്ടെ എല്ലാവരും. ഓക്കെ. നോക്കൂ, നെക്സ്റ്റ്, റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദി പോയം ദ എക്കോയിങ് ഗ്രീൻ. The sun does arise and make happy the skies. The merry bells rings and to welcome the springs. To skylark and thrush, the birds of the bush sing louder around to the bells' cheerful sound, while our sports shall be seen on the echoing green. നോക്കൂട്ടോ അവിടെ in the line 6, ആറാമത്തെ ലൈനിൽ
The sound of the letter B is repeated. ആറാമത്തെ ലൈൻ ഏതാ? 1 2 3 4 5 6. The birds of the bush, അല്ലേ? The birds of the bush. The birds of the bush. നോക്കൂ, ഈ ലൈനിൽ the birds of the bush, the birds of the bush, അല്ലേ? ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ബി എന്നുള്ള ബ എന്നുള്ള എന്ത് ചെയ്യുന്നുണ്ട്? ബ എന്നുള്ള സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലേ? എങ്ങനെ? ദ ബേർഡ്സ് ഓഫ് ദി ബുഷ്, അല്ലേ? ദ ബേർഡ്സ് ഓഫ് ദി ബുഷ്. ബ എന്നുള്ള ആ ഒരു എന്തുണ്ട്? ആ ഒരു സൗണ്ട് റിപ്പീറ്റ് ആയി വരുന്നുണ്ട്, അല്ലേ? ഒരേ ലൈനിൽ ഒരേ സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ആയി വരുന്നുണ്ട്. നോക്കൂ, ഇൻ ലൈൻ 9 ദ സൗണ്ട് ഓഫ് ദി ലെറ്റർ സ് ഈസ് റിപ്പീറ്റഡ്. ഒമ്പതാമത്തെ ലൈൻ ഏതാണ്? യെസ്, ഏതാണ്? വൈൽ അവർ സ്പോർട്സ് ഷാൾ ബി സീൻ, അല്ലേ? വൈൽസ് അവർ സ്പോർട്സ് ഷാൾ ബി സീൻ. സ്പോർട്സ് സീൻ. ആ രണ്ട് വാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരേ ലൈനിൽ റിപ്പീറ്റായി വരുന്നുണ്ട്. നോക്കൂ, സച്ച് റിപ്പീറ്റേഷൻ ഈസ് ടേംഡ് അല്ലിട്രേഷൻ. എന്താണ്? ഇതുപോലെയുള്ള ഒരേ ലൈനിൽ സെയിം സൗണ്ടുകൾ റിപ്പീറ്റായി വരുന്നതിനെ ഇംഗ്ലീഷിൽ അല്ലിട്രേഷൻ എന്ന് പറയും. നോക്കൂ, നൗ ഐഡന്റിഫൈ ദി ഇൻസ്റ്റൻസ് ഓഫ് alliteration in the lines given below. Now write them in the space provided. എന്ത് ചെയ്യുക? ഇപ്പോൾ 1 2 3 4 4 ലൈനുകളുണ്ട്. ഈ 4 ലൈൻസിൽ നിന്ന് എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലിട്രേഷൻ എന്ത് ചെയ്യുക? നിങ്ങൾ എടുത്തെഴുതുക, അല്ലേ? സെയിം സൗണ്ട്, ഒരേ ലൈനിൽ സെയിം സൗണ്ട് വരുന്ന വാക്കുകൾ എന്ത് ചെയ്യുക? നിങ്ങളത് എടുത്തെഴുതുക. നേരത്തെ പറഞ്ഞ പോലെ ആ ലൈൻ എന്ത് ചെയ്യുക? നിങ്ങൾ എടുത്തെഴുതുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, read the following lines from the poem The Echoing Green. നോക്കൂ, താഴെയുള്ള ലൈനുകൾ വായിക്കാം. നോക്കൂ, Old John with white hair does laugh every carol, sitting under the oak among the old folk. They laugh at our play, and soon they all say, such were the joys when we all girls and boys in our youth time were seen on the echoing green. നോക്കൂ, the words hire and care end with the same sound. They are rhyming words. നോക്കൂ, ഇവിടെ ഫസ്റ്റ് ലൈനിൽ കണ്ടങ്ങൾ, ഫസ്റ്റ് ലൈൻ ഉണ്ടോ? ഹയർ. സെക്കൻഡ് ലൈനിൽ കെയർ, ഹയർ കെയർ. കണ്ടില്ലേ? നോക്കൂ, എൻഡ് വിത്ത് സെയിം സൗണ്ട്. ദേ ആർ റൈമിംഗ് വേർഡ്സ്. നോക്കൂ, എൻഡ് വിത്ത് സെയിം സൗണ്ട്. ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന വാക്കുകൾക്കാണ് റൈമിംഗ് വേർഡ്സ്. എന്താ പറയുക? റൈമിംഗ് വേർഡ്സ്. ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന വാക്കുകൾക്ക് ഹയർ, കെയർ. ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന വാക്കുകൾക്ക് എന്ത് പറയും? റൈമിംഗ് വേർഡ്സ്. ഐഡൻറ്റിഫൈ ദിയർ അതർ റൈമിംഗ് വേർഡ്സ് ആൻഡ് സർക്കിൾ ദം. എന്ത് ചെയ്യുക? ബാക്കിയുള്ള റൈമിംഗ് വേർഡ്സുകൾ നിങ്ങൾ എടുത്തെഴുതുക. ഇപ്പോൾ ഒന്ന് കണ്ടില്ല നിങ്ങൾ? ഹയർ, കെയർ. ഓക്കെ അല്ലേ? വേറൊന്ന് ജോയ്സ്, ബോയ്സ്. അതുപോലെ ഇതിലുള്ള മുഴുവൻ എന്ത് ചെയ്യുക? നിങ്ങൾ അത് എടുത്തെഴുതുക. ഓക്കെ അല്ലേ? സർക്കിൾ ചെയ്ത് കേട്ടോ. ഓക്കെ, നോക്കൂ, നെക്സ്റ്റ്. An old man with white hair sitting under the oak tree, young girls and boys at play, etc. are the visual image that come to our mind when we read the second stanza of the poem. നോക്കൂ, നമ്മുടെ അല്ലേ, an old man with white hair sitting under the oak tree, young girls and boys play. സെക്കൻഡ് സ്റ്റാൻസ, പോയത്തിൻ്റെ സെക്കൻഡ് സ്റ്റാൻസ് വായിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിൽ എന്ത് വരും? കുട്ടികൾ കളിക്കുകയാണ്, പിന്നെ വയസ്സായ ഒരാൾ എന്ത് ചെയ്യാണ്? അവിടെ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കളി കാണുകയാണ്, അവിടെ ഇരിക്കുകയാണ്. എന്നിട്ടോ ഗേൾസും ബോയ്സൊക്കെ എന്ത് ചെയ്യാണ്? അവിടെ കളിക്കുകയാണ്, അല്ലേ? ആ ഒരു ഇമേജ്, വിഷ്വൽ ഇമേജ് നമ്മുടെ മനസ്സിലേക്ക് വരും, ഇല്ലേ? ദാറ്റ് കം ടു അവർ മൈൻഡ് വെൻ വി റീഡ് സെക്കൻഡ് സ്റ്റാൻസ ഓഫ് ദി പോയം. പോയത്തിൻ്റെ സെക്കൻഡ് സ്റ്റാൻസ വായിക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് മനസ്സിലാവും എന്ത് ചെയ്യും?
അവരിങ്ങനെ ഇരിക്കുക, വയസ്സായ ആളുകൾ ഇരിക്കുക, മറ്റുള്ളവരൊക്കെ കുട്ടികളൊക്കെ കളിക്കുകയാണ്. നൗ ഫൈൻഡ് ഔട്ട് ദ വിഷ്വൽ ഇമേജ് ഇൻ ദി ഫോളോയിങ് ലൈൻസ്, റൈറ്റ് ദം ബിലോ. എന്ത് ചെയ്യുക, ഈ ഫസ്റ്റ് സ്റ്റാൻസ അല്ലേ, ദ സൺ ഡസ് അറൈസ് എന്നുള്ള ഈ ഒരു സ്റ്റാൻസ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരിക, സൂര്യൻ അറൈസ്, സൂര്യൻ ഉദിക്കുന്നു, ആകാശം ഹാപ്പി ആകുന്നു അല്ലേ, ആ ഒരു സംഭവം എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുക അല്ലേ. ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻസയിൽ നമുക്ക് വായിക്കുമ്പോൾ എന്ത് മനസ്സിലാകും, ആ ഒരു വയസ്സായ ആളെന്ത് ചെയ്യാണ്, മരത്തിന് ചോട്ടിൽ ഇരിക്കുകയാണ്, മറ്റുള്ളവർ കളിക്കുകയാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസ വായിക്കുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് വരുന്ന വിഷ്വൽ ഇമേജ് അല്ലേ, ഒരു ഇമേജ്, നിങ്ങളൊരു ഭാവന ഇങ്ങനെ വരും അല്ലേ, അത് എന്താണ്, അതെന്ത് ചെയ്യുക, നിങ്ങൾ ഈ കള്ളിയിൽ എഴുതുക. ഓക്കെ അല്ലേ. അപ്പോൾ ഈ വർക്കുകളൊക്കെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ അല്ലേ.